നമസ്കാരം. യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പല സുഹൃത്തുക്കളും പറയുന്ന ഒരു കാര്യമാണ്, യൂട്യൂബിൽ നേരത്തെയൊക്കെ നല്ല വ്യൂ ഉണ്ടായിരുന്നു, ഇപ്പം വ്യൂ കുറഞ്ഞു, ഏണിങ്സ് കുറഞ്ഞു, പൈസയൊന്നും കിട്ടുന്നില്ല, യൂട്യൂബ് നിർത്തിയാണ്. കാരണം വെറുതെ സമയം യൂട്യൂബിൽ ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാതെ പ്രയോജനമൊന്നുമില്ലെന്ന് പറയുന്നവരുണ്ട്. അതായത് ഒരു 20,000 30,000 ഒക്കെ ആവറേജ് വ്യൂ കിട്ടിക്കൊണ്ടിരുന്നവർക്ക് ഇപ്പം 1000 2000 പോലും വ്യൂ എത്താത്ത ഒരു സാഹചര്യമുണ്ട്. അതിന് കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതായത് യൂട്യൂബിൽ നമ്മൾ ചെയ്യുന്ന 5 മിസ്റ്റേക്കുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന മിസ്റ്റേക്സ് ഏതെങ്കിലുമൊക്കെ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. പേഴ്സണലി ഞാൻ എൻ്റെ ചാനലിൽ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ചെയ്യുകയും അത് തിരുത്തുകയും പിന്നീട് എൻ്റെ ചാനൽ ഞാൻ നേരെ ഉള്ള വഴിയിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം ചാനൽ ഡൗൺ ആയി പോവുകയും പല പ്രാവശ്യം അത് കയറ്റിക്കൊണ്ട് വരികയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞാൻ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, നമ്മുടെ ചാനൽ ഡൗൺ ആകാനുള്ള കാര്യം എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എന്തെങ്കിലും മാത്രമേ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ കാര്യങ്ങളൊന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും കമന്റിന് റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഫോളോ ചെയ്തേക്കാം. പിന്നെ നമുക്കൊരു ടെലഗ്രാം ചാനലും ഉണ്ട്, ഒരു ടെലഗ്രാം ഗ്രൂപ്പും ഉണ്ട്. രണ്ടിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സാധാരണ മിക്ക ക്രിയേറ്റേഴ്സും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് വീഡിയോകൾ ഒപ്റ്റിമൈസ് ചെയ്യാതിരിക്കുക. വീഡിയോ മാത്രമല്ല, ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷന്, ടാഗ്, ടൈറ്റില്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. ആ വീഡിയോയ്ക്ക് ഏത് രീതിയിലുള്ള ടൈറ്റിലാണോ വേണ്ടത് ആ രീതിയിലുള്ള ടൈറ്റിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഡിസ്ക്രിപ്ഷനിൽ എന്താണോ എഴുതേണ്ടത്, വേണ്ട കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതാനായിട്ട് ശ്രമിക്കണം. ടാഗ് കൊടുക്കേണ്ട ടാഗുകൾ മാത്രം കൊടുക്കുക, ആവശ്യമില്ലാത്ത ടാഗുകൾ വാരി വിളിച്ച് കൊടുക്കാതെ ഇരിക്കുക. അതായത് വീഡിയോയെ കറക്റ്റ് ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള SEO ചെയ്യുക. മിക്ക ആളുകളും ഈ SEO ചെയ്യാനൊക്കെ വേണ്ടി സമയം ചെലവഴിക്കാറില്ല. കാരണം SEO ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം. അതേപോലെ തന്നെ അതിനനുസരിച്ചുള്ള ടാഗും ടൈറ്റിലും ഒക്കെ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം പലരും കഷ്ടപ്പെട്ട് വീഡിയോകൾ ഉണ്ടാക്കും, പക്ഷേ ഈ പറയുന്ന ഒപ്റ്റിമൈസേഷനോ പരിപാടി ഒന്നുമില്ല. നേരെ വീഡിയോ തോന്നുന്ന ഒരു ടൈറ്റിൽ വിട്ട് നേരെ പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചാനലിൽ കാണിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ട്രെൻഡിങ് ടോപ്പിക്കിൽ വീഡിയോ ഇടുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കുറേ അധികം റീച്ച് വരും, കുറേ വ്യൂ വരും, കുറേ പൈസയും കിട്ടുമെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങളൊരു 2 ആഴ്ചത്തേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ അതേപോലെ ഡൗൺ ആയി, നിങ്ങളുടെ ചാനലിലേക്ക് വ്യൂ വരുന്നില്ല, നിങ്ങളുടെ ചാനൽ കാണാൻ ആരും ഉണ്ടായിരിക്കത്തില്ല. അതിന് കാരണം എന്താണെന്ന് അറിയുമോ? നിങ്ങളുടെ ചാനലിൽ എവർഗ്രീൻ കണ്ടന്റുകൾ ഇല്ലാത്തതാണ് അതിന് കാരണം. പ്രോപ്പർ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് SEO ചെയ്യാതെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് സത്യത്തിൽ എൻ്റെ ഒരു ചാനലിലും വീഡിയോസ് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യുന്നില്ല. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രോപ്പർ വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഞാൻ വീഡിയോ ചെയ്യാതെ ഇരുന്ന സമയത്തും എനിക്ക് ഏണിങ്സ് വരുന്നുണ്ടായിരുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ, എല്ലാ ചാനലിൽ നിന്നും എനിക്ക് ആ കഴിഞ്ഞ മാസത്തെ ഏണിങ്സ് കിട്ടി. അപ്പോൾ അത് എങ്ങനെയാണ് കിട്ടിയത്? ഒരു മാസത്തോളം ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്തില്ല. ആ സമയത്തും എനിക്ക് ഏണിങ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പുതുതായിട്ട് ചെയ്യുന്ന വീഡിയോയിൽ നിന്നല്ല എനിക്ക് ഏണിങ്സ് വന്നത്, ഞാൻ മുമ്പ് ചെയ്ത വീഡിയോകളിൽ നിന്നാണ് എനിക്ക് ഏണിങ്സ് വന്നത്. അപ്പോൾ മുമ്പ് ഞാൻ ചെയ്ത വീഡിയോകൾ പ്രോപ്പർ SEO ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്തത്. ആളുകൾ അതിൽ സെർച്ച് ചെയ്ത് സെർച്ചിലൂടെ ഒക്കെ വന്ന് അങ്ങനെ കണ്ടിട്ടാണ് എനിക്ക് വ്യൂ കിട്ടിയതും അതിൽ നിന്ന് വീഡിയോ ചെയ്യാതിരുന്ന സമയത്ത് ഏണിങ്സ് കിട്ടിയത്. എനിക്ക് തോന്നി ഞാൻ 1 മാസമോ 2 മാസമോ മുമ്പോട്ട് വീഡിയോ ചെയ്തില്ലെങ്കിലും ഈ പറയുന്ന പോലെ ഏണിങ്സ് എനിക്ക് ചാനലിൽ വന്നുകൊണ്ടിരിക്കും. കാരണം എൻ്റെ ചാനലിൽ ഞാൻ നല്ലൊരു ശതമാനം വീഡിയോകളും ട്രെൻഡിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന പ്രോപ്പർ ഒപ്റ്റിമൈസ്ഡ് SEO ചെയ്തിട്ട് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ ചാനലിന്. കാരണം നിങ്ങളുടെ ചാനലിലെ മിക്ക ചാനലുകളും ഡെഡ് ആക്കി കളയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ടോപ്പിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ മൊത്തത്തിൽ ഡൗൺ ആയി. അതായത് 100ൽ നിൽക്കുന്ന ചാനലാണ് നേരെ അത് 10ന് താഴേക്ക് പോകും, ഗ്രാഫ് 10ന് താഴേക്ക് പോകും. മനസ്സിലായി? അതേ സമയത്ത് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് ട്രെൻഡിങ് ടോപ്പിക് ഒന്നും ഇല്ല എങ്കിലും നിങ്ങളുടെ ചാനലിൽ കുറച്ച് ഈ പറയുന്ന എവർഗ്രീൻ വീഡിയോസ് കിടപ്പുണ്ടെങ്കിൽ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ അതിൽ വ്യൂ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം SEO ചെയ്തുകൊണ്ട് ട്രെൻഡിങ് ടോപ്പിക്കിനോടൊപ്പം എവർഗ്രീൻ ടോപ്പിക്കൂടെ മിക്സ് ചെയ്ത് വേണം വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. അത് നിങ്ങളുടെ ചാനലിന്റെ ഹെൽത്തിനെയും അതേപോലെ തന്നെ നിങ്ങളുടെ ചാനലിന്റെ മുമ്പോട്ടുള്ള ഗ്രോത്തിനെയും ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. രണ്ടാമതായിട്ട് നമ്മൾ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യും, ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒപ്റ്റിമൈസ് ചെയ്യാതെ ഒക്കെ ആയിട്ട് നമ്മൾ അപ്ലോഡും ചെയ്യും. അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത വീഡിയോയുടെ തിരക്കിലായിരിക്കും. നമ്മൾ പിന്നെ ആ ഇട്ട വീഡിയോയ്ക്ക് എത്ര വ്യൂ വരുന്നുണ്ടെന്ന് നോക്കും. ആ വീഡിയോയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു വീഡിയോ ഉണ്ടായിരിക്കത്തില്ല. നമ്മൾ അടുത്ത വീഡിയോയിൽ വർക്കിലേക്ക് അങ്ങ് പോകും. അപ്പൊ ഈ ഒരു കാര്യം എനിക്ക് തോന്നുന്നു 98% ക്രിയേറ്റേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണ്. ആരും തന്നെ അവർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെയോ അവരുടെ ചാനലിന്റെയോ അനലിറ്റിക്സ് തുറന്നു നോക്കത്തില്ല. നിങ്ങൾക്കറിയാം, യൂട്യൂബിന്റെ വീഡിയോകളുടെയോ അല്ലെങ്കിൽ യൂട്യൂബിന്റെ അനലിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനലിറ്റിക്സ് എനിക്ക് തോന്നുന്നു വേറെ ഒരു പ്ലാറ്റ്ഫോമുകളും കൊടുക്കുന്നുണ്ടായിരിക്കത്തില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം നമ്മുടെ ചാനലിന്റെ അനലിറ്റിക്സ് ഓപ്പൺ ആക്കി
നോക്കണം. നമ്മുടെ ചാനലിൽ ഏത് രീതിയിലുള്ള ഓഡിയൻസ് ആണുള്ളത്, നമ്മൾ ഏത് രീതിയിലുള്ള വീഡിയോകളാണ് മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ അനലറ്റിക്സിൽ നിന്ന് തന്നെ കിട്ടും. പക്ഷേ ഇത് നമ്മൾ എന്തുകൊണ്ടോ ഇത് മിസ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് ആണ്, ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ചാനലിന്റെ അനലറ്റിക്സ് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ചാനലിനെ കുറിച്ച് നമുക്ക് അറിയാത്തിടത്തോളം, നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് പുതിയ ഓഡിയൻസ് വരത്തില്ല. ആ കാര്യമാണ് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ ഇനി അനലറ്റിക്സിൽ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ ആ കാര്യങ്ങൾ പറഞ്ഞുതരാം. പക്ഷേ അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് ഒരു 1500 ലൈക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന്. അപ്പം മറക്കാതെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയുടെ ലൈക്ക് നോക്കിയതിന് ശേഷം യൂട്യൂബ് വീഡിയോ അനലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ മിസ്റ്റേക്ക്, നമ്മുടെ വീഡിയോ ഇടുന്നതിന്റെ കൺസിസ്റ്റൻസി നഷ്ടപ്പെടുന്നതാണ്. അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്തുള്ള നമ്മുടെ ഒരു ആവേശം കുറച്ച് നാൾ കഴിയുമ്പോൾ നഷ്ടപ്പെടും. അത് എല്ലാ ക്രിയേറ്റേഴ്സിനും, അതിനിപ്പം വ്യൂ ഒരുപാട് വരുന്നവരാണെങ്കിലും വ്യൂ ഇല്ലാത്തവരാണെങ്കിലും എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എന്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 9-10 വർഷത്തോളം ആയെന്ന് തോന്നുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യ സമയങ്ങളിൽ ഇപ്പൊ ജോലി വിട്ടിട്ട് ഒരു 4 വർഷമായതേ ഉള്ളൂ. അപ്പൊ ആദ്യം ജോലിയോടൊപ്പമാണ് ഞാൻ ഇനി യൂട്യൂബ് ചെയ്തത്. അപ്പൊ ആ സമയത്ത് എനിക്ക് ജോലി പ്രോപ്പറായിട്ട് ചെയ്യണം, നേഴ്സ് ആയതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ചെയ്യണം നിർബന്ധമുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പൊ എന്റെ ജോലി ഞാൻ നല്ല രീതിയിൽ ചെയ്യും. അതിനുശേഷം ജോലി കഴിഞ്ഞ ഒരു നിമിഷം കളയാതെ നേരെ റൂമിൽ വരും, അവിടെ ഇരുന്നിട്ട് യൂട്യൂബ് വീഡിയോകൾ ചെയ്യും. രാത്രി എത്ര വൈകുന്നു ഇതൊന്നും നമ്മുടെ വിഷയമല്ലായിരുന്നു. കാരണം ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സമയമുള്ളൂ. ആ സമയത്തെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ സമയത്ത് മൈൻഡിന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഞാൻ 2 വീഡിയോകളൊക്കെ ഡെയിലി ഈ പറയുന്ന ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് കിട്ടുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുമായിരുന്നു. ആ വീഡിയോകൾക്ക് നല്ല റീച്ചും എനിക്ക് കിട്ടുമായിരുന്നു. മനസ്സിലായി? പക്ഷെങ്കിൽ പിന്നീട് ഞാൻ ഇപ്പൊ ജോലിയൊക്കെ വിട്ടിട്ട് 4 വർഷമായി. ഇപ്പം എനിക്കൊന്നും ജോലി വിട്ടതിന് ശേഷം ഇഷ്ടം പോലെ സമയമുള്ളത് കൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ആ ഒരു പഴയ എനർജി ഇപ്പം ഇല്ലാന്ന് തന്നെ പറയാം. കാരണം ആ ഒരു മടി പിടിച്ച അവസ്ഥയാണ്. മനസ്സിലായി? അപ്പൊ ഈ ഒരു പ്രശ്നം മിക്ക ക്രിയേറ്റേഴ്സിനും എല്ലാവർക്കും വരാം. അപ്പൊ അങ്ങനെ വരുന്നുണ്ട് എന്താണ് സംഭവിക്കുക, നമ്മുടെ കൺസിസ്റ്റൻസി നഷ്ടപ്പെടുന്നു, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന റീച്ച് നഷ്ടപ്പെടുന്നു, നമ്മുടെ വീഡിയോകൾ ഡൗൺ ആവുന്നു, നമ്മുടെ ചാനൽ ഡൗൺ ആവുന്നു. ഏത് രീതിയിൽ നമ്മൾ വീഡിയോ ഇടാതിരുന്നാലും, എത്ര മടി ഇടുന്നു പറഞ്ഞാലും നമ്മുടെ ചാനൽ ഏത് രീതിയിലാണ് പോകുന്നത്, നമ്മുടെ ചാനലിന്റെ അനലറ്റിക്സ് എന്താണെന്നുള്ളത് കറക്റ്റ് നമുക്കൊരു ബോധം ഉണ്ടാകണം. നമുക്ക് കിട്ടുന്ന ഏണിങ്സ് കുറയുന്നുണ്ടോ, ഏണിങ്സ് കൂടുകയാണോ ചെയ്യുന്നത്, നമ്മുടെ വീഡിയോ ഇടാതിരിക്കുമ്പോൾ നമ്മുടെ ചാനൽ എന്താണ് സംഭവിക്കുന്നത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ പേഴ്സണലി ഈ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്ന ആളാണ്. അഥവാ ഞാൻ വീഡിയോ ഇടാതിരുന്നാലും എന്റെ ചാനലിൽ എന്ത് മാറ്റമാണ്, എങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അനലൈസ് ചെയ്യാറുണ്ട്. അതിന്റെ പ്രയോജനം തീർച്ചയായിട്ടും എനിക്ക് എന്റെ ചാനലിൽ കാണാനും പറ്റുന്നുണ്ട്. അപ്പൊ അത് ഏത് ചാനലായാലും, ഈ ഒരു ചാനലായാലും, കമ്പ്യൂട്ടർ മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ചാനലായാലും, ഷിജോസ് വ്ലോഗ് എന്ന് പറയുന്ന ചാനലായാലും ഒക്കെ തന്നെ അവിടെയൊക്കെ തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കാനും അതിൽ നിന്ന് എനിക്ക് ഏൺ ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പൊ ഞാനിപ്പം യൂട്യൂബിൽ ഒരു ചെറിയ എക്സ്പെരിമെന്റ് പോലെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഷിജോസ് വ്ലോഗ് എന്ന് പറയുന്ന ചാനൽ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിൽ ഞാൻ വൈറൽ കണ്ടന്റ് ഇടാറുണ്ട്, ട്രെൻഡിങ് ടോപ്പിക് ഇടാറുണ്ട്, അവിടെ ഞാൻ സെർച്ചബിൾ കണ്ടന്റ് ഇടാറുണ്ട്. എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്ത് ഞാൻ ആ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചാനലിൽ ഞാൻ സത്യത്തിൽ ഒരു ചെറിയ എക്സ്പെരിമെന്റ് ചെയ്യുകയാണ്. അത് എത്ര കണ്ട് സക്സസ് ആവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഒരു വീഡിയോയിൽ ആ കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് കൺസിസ്റ്റൻസിയുടെ കാര്യമാണ്. വീഡിയോകൾ കൺസിസ്റ്റന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ഇപ്പം ഡെയിലി ഇപ്പം നിങ്ങളൊരു 10-20 വീഡിയോ അപ്ലോഡ് ചെയ്ത് എല്ലാ വീഡിയോകളും വൈറലാണോന്നൊന്നുമില്ല. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന 10 വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിലൊരു 5 വീഡിയോ ക്ലിക്കായാൽ മതി. 5 വീഡിയോയ്ക്ക് ആവറേജ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യൂ എത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കാര്യം ഓക്കെ ആയി, സക്സസ് ആയി എന്ന് തന്നെ പറയാം. കാരണം ഇപ്പം മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള ചില ചാനലുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 50 ലക്ഷമോ 1 കോടിയൊക്കെ ഫോളോവേഴ്സ് ഉള്ള ചാനലിന്റെ വ്യൂ എടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഉള്ളൂ. ആ സമയത്ത് നിങ്ങൾക്ക് 1 ലക്ഷം ഫോളോവേഴ്സിനെ വെച്ചിട്ട് 20,000 വ്യൂ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലും ഓക്കെ ആണ്, നിങ്ങളുടെ ചാനലും പ്രോപ്പറായിട്ടാണ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. പലരും മെസ്സേജ് അയച്ച് പറയാറുള്ള ഒരു കാര്യമാണ്, ചേട്ടാ ഇപ്പൊ എനിക്ക് പഴയ പോലെ വ്യൂ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ നമ്മൾ കയറി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മറ്റുള്ളവരെക്കാളും ബെറ്റർ ആണ് അവർ. മനസ്സിലായി? അപ്പൊ അത് അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് വ്യൂ ഒക്കെ ഉണ്ട്, പക്ഷേ ഒരു 10 വ്യൂ കുറയുമ്പോഴത്തേക്ക് എന്റെ വ്യൂ കുറഞ്ഞു എന്ന് പറഞ്ഞ് സങ്കടപ്പെടാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ സമയം കാണത്തുള്ളൂ. യൂട്യൂബ് ആകുമ്പോൾ യൂട്യൂബിൽ ഇടുന്ന വീഡിയോകൾക്ക് വ്യൂ കൂടിയും കുറഞ്ഞും ഒക്കെ വയ്ക്കും. അതിനെ അതിന്റെ വഴിക്ക് വിട്ടേക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ, മിസ്റ്റേക്കുകൾ ഒഴിവായിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ പ്രോപ്പറായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ചാനലിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. 4മത്തെ മിസ്റ്റേക്ക്, നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ഒരു കാര്യം നമ്മൾ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ ഓഡിയൻസുമായിട്ടുള്ള ഒരു കണക്ഷൻ നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു എൻഗേജ്മെന്റ് നമ്മുടെ ചാനലിൽ നിലനിർത്തി പോയി കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് ചാനലിനെ
ഗ്രോ ചെയ്യിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എൻഗേജ്മെന്റ് എങ്ങനെ നിലനിർത്തും, എങ്ങനെ എൻഗേജ് ചെയ്യും, അതായത് ഇപ്പോൾ ഒരു വ്യൂവറിനെ എങ്ങനെ എൻഗേജ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അറിയുക പോലും ചെയ്യാത്ത ഒരാൾ നമ്മുടെ വീഡിയോ കാണുന്നു, അവരെ എങ്ങനെ എൻഗേജ് ചെയ്യാൻ പറ്റും, അവരുമായിട്ട് എങ്ങനെ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അവരുമായിട്ട് എങ്ങനെ കണക്ട് ആകാനായിട്ട് സാധിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. അതിനുള്ള എല്ലാ സംഭവങ്ങളും യൂട്യൂബിൽ ഒരുക്കിയിട്ടുണ്ട്, യൂട്യൂബ് തന്നെ തന്നിട്ടുണ്ട്. ഒന്ന് കമന്റ് സെക്ഷനിലൂടെ നമുക്ക് നല്ലൊരു എൻഗേജ്മെന്റ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് എല്ലാ കമന്റുകൾക്കും റിപ്ലൈ കൊടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങളൊരു നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് പോയൊരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കമന്റുകൾ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതെല്ലാ കമന്റുകൾക്കും റിപ്ലൈ കൊടുക്കാൻ സാധിച്ചു എന്ന് വരത്തില്ല. പക്ഷേ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക, ലൈക്ക് കൊടുക്കുക കമന്റുകൾക്ക്. അതേപോലെ നല്ല കമന്റുകളൊക്കെ വരുമ്പോൾ അതെടുത്ത് പിൻ ചെയ്തൊക്കെ വെക്കുക. കാരണം ആ കമന്റ് ഇട്ട ആൾക്ക് അതൊരു വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും. എന്റെ കമന്റ് ആ ക്രിയേറ്റർ പിൻ ചെയ്തല്ലോ എന്നുള്ളൊരു ചിന്ത വരും. അടുത്ത വീഡിയോകളൊക്കെ അവർ കാണുകയും ചെയ്യും. മനസ്സിലായി? അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു എൻഗേജ്മെന്റ് നമുക്ക് പറ്റും. പിന്നെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അവിടെയാണ് ഏറ്റവും വലിയൊരു എൻഗേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ പോൾ ക്രിയേറ്റ് ചെയ്യാൻ, കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ തന്നെ നമുക്ക് സാധിക്കും. ഫോട്ടോസ് ആയിട്ടൊക്കെ നമുക്ക് ഇപ്പോൾ പോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ യൂസ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് അവിടെയൊക്കെ എൻഗേജ്ഡ് ആയി നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതിലൂടെ നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് നിങ്ങൾക്ക് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ ലൈവ് പോകുന്നതോടെ നല്ലതാണ്. കാരണം നമ്മുടെ ഓഡിയൻസുമായിട്ട് ഡയറക്റ്റ് ഒരു ഇൻട്രാക്ഷന് അവിടെയാണ് സാധ്യതയുള്ളത്. അപ്പം മാക്സിമം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചാനൽ എൻഗേജ്മെന്റിന് വേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചാനലിന്റെ ഗ്രോത്തിനെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അഞ്ചാമത്തെ മിസ്റ്റേക്ക്, നമ്മൾ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ ഒരു തീം ഉണ്ടായിരിക്കണം. ഒരേപോലുള്ള വീഡിയോകൾ, ഒരേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ടെക് ചാനലാണെങ്കിൽ ടെക് വീഡിയോകൾ തന്നെ അപ്ലോഡ് ചെയ്യണം, അതിന്റെ ഇടയ്ക്ക് കുറെ മിക്സ്ഡ് കണ്ടന്റ് കേട്ടിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെങ്കിൽ ഇവിടെ പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലത്തെ അല്ലെങ്കിൽ ടെക് വീഡിയോ ആണെങ്കിൽ ടെക് കണ്ടന്റുകൾ തന്നെ ഒരേ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്. അതൊരു വലിയ മിസ്റ്റേക്കാണ്. കാരണം നമ്മൾ മാറ്റങ്ങൾ എപ്പോഴും അനിവാര്യമാണ്. നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോകൾ കാണുന്നവർക്ക് ഒരു പുതുമ, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യ സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന രീതിയിലല്ല ഇപ്പം ചെയ്യുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഇത്രയും നാളിനിടയ്ക്ക് ഒരു 4-5 സ്റ്റുഡിയോ സെറ്റപ്പ് മാറിയിട്ടുണ്ട്. മനസ്സിലായി? അപ്പം അത് മാറുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസ് ഇത് കണ്ട് അവരും അങ്ങ് മടുക്കും. കുറേ ആയി കഴിയുമ്പം കണ്ടു മടുക്കും. എനിക്ക് തോന്നിപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഈ ഒരു ഭാഗമൊക്കെ ആൾക്കാർ കാണാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഞാനിപ്പോൾ ഒരു 8 മാസത്തോളമായിട്ട് ഈ ഒരു സെറ്റപ്പിലാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സെറ്റപ്പ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വേറൊരു ഫ്രഷ്നെസ് കാണുന്ന ആളുകൾക്കും ഉണ്ടാകും. അപ്പം അത് എല്ലാവരും വീഡിയോയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. മാറ്റം അത്ര അനിവാര്യമാണ്. അത് എഡിറ്റിങ്ങിലായിക്കോട്ടെ, കളർ ഗ്രേഡിങ്ങിലായിക്കോട്ടെ, മ്യൂസിക്കിലായിക്കോട്ടെ, എല്ലായിടത്തും വീഡിയോയിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. ഈ മാറ്റം ഏത് രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇപ്പം നിങ്ങൾ സ്റ്റുഡിയോയിൽ ഇരുന്ന് എന്നും വീഡിയോ ചെയ്യണമെന്നില്ല, വെളിയിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് വീഡിയോകൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ എൻഗേജിങ് ആയിട്ടുള്ള കണ്ടന്റുകളിലൂടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ ഗ്രോ ചെയ്യിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ ഡെഡ് ആയി പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ ചാനലിനെ നിങ്ങൾക്ക് വീണ്ടും പിക്കപ്പ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് കാണുമെന്ന് കരുതുന്നു. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്തേക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലഗ്രാം ചാനലിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ഫോളോ ചെയ്തേക്കുക. ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഉണ്ട് കേട്ടോ, അപ്പം ഇൻസ്റ്റാഗ്രാമിലൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.